ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ട്രെയിൻ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ പിന്നെയും വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറി എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സ്വന്തം ബാലുച്ചേട്ടൻ ഉപ്പുമുളകിലെ നമ്മുടെ ബാലുച്ചേട്ടൻ്റെ നാടായ നെയ്യാറ്റിൻകരയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നെയ്യാറ്റിൻകര ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം തന്നെ 7 മണി 7:15 നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഏത് ട്രെയിനിലാണ് പോകണമെന്നറിയോ? കന്യാകുമാരി എക്സ്പ്രസ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ഡിപ്പോട്ടാണ്. ഇവിടെ വന്ന ട്രെയിനിൻ്റെ എൻജിൻ, അതിൻ്റെ താഴ്ഭാഗം എല്ലാം കാണാം കേട്ടോ. നമുക്ക് തിരുവനന്തപുരം എത്തി ഞാൻ വിശന്നിരുന്ന് അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൊരു ഹോട്ടലുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഫുഡിന് റേറ്റ് വളരെ കുറവാണ്, ചീപ്പായിട്ടാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന് കഴിക്കും. അപ്പോൾ എന്തായാലും കാലത്ത് എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉപ്മാവ് മുട്ടക്കറി ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ സാധനം വന്നിട്ടുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കാണാൻ രസം. എനിക്ക് ഇതേപോലെ പൊടിപൊടിയായിട്ടുള്ള ഉപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എനിക്ക് കാലത്താണെങ്കിൽ ഇങ്ങനെ എന്തും ഒരു എന്താ പറയുക, ഫുഡായാലും ഒന്ന് ഒഴിച്ച് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണം. അതെപ്പോഴും എൻ്റെ ശീലമാണ്. ഗൈസ്, ഇപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇത് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു വശം നമ്മളിവിടെ ഓഫീസിൽ സാറിനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. യാത്ര ചെയ്യുന്ന ട്രെയിനുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. അതിൻ്റെ കോച്ചസിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഇതിൻ്റെ ഫുൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഇവിടെ കാണുന്ന വൃത്തിഹീനമാണ്, പക്ഷേ വൃത്തിഹീനം എന്നല്ല, അതൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ വേസ്റ്റുകളൊക്കെ അവർ കൊണ്ടുപോകും, എന്തെങ്കിലും വൃത്തി കൊണ്ടുപോയി സെറ്റാകും. ഈ കാണുന്ന ഷെഡിൻ്റെ ഉള്ളിലാണ് കൊണ്ടുപോയി ട്രെയിനിൻ്റെ എഞ്ചിൻ അടിഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ബോയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറ്റി തിരുത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്വല്പം നേരം ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്നും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കാഴ്ചകളും റോഡൊക്കെ നല്ല വൃത്തിയുണ്ട്. ഒരു അടിപൊളി നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് കയറി ഇനി നമ്മൾ നേരെ നെയ്യാറ്റിൻകരയിലേക്ക് പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നെയ്യാറ്റിൻകരയിൽ എത്തി കേട്ടോ. സമയം ഏകദേശം ഇപ്പോൾ 1:45. രാവിലെ ഇറങ്ങിയതാണ്. കുറേ കാര്യങ്ങൾക്ക് ശേഷം സമയം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അങ്ങനെ നല്ലൊരു ഹോട്ടലിൽ പോയി കയറി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടൊരു ഫുഡ് കഴിക്കാം. നെയ്യാറ്റിൻകര ഇട്ടാണ് തിരുവനന്തപുരത്ത് ഫുഡ് കഴിച്ചു. നെയ്യാറ്റിൻകര മുളക് തന്നു, അച്ചാർ തന്നു, അത് മോരറി തന്നു, ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്. പിന്നെ ഇവിടെ പരിപ്പ് കറി സ്പെഷ്യലാണ് പോകുന്നത്. എപ്പോഴും പരിപ്പ് കറി കൂടുതലുണ്ടാവും കേട്ടോ. ഇതേ നമ്മൾ ഈ കാണുന്ന തൊട്ടടുത്തുള്ള അന്നപൂർണ്ണ ഹോട്ടലിൽ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ച്. നല്ലൊരു ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 6 രൂപ നല്ല രീതിയാണ്. ഈ കടന്ന തൊട്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് തൊട്ട് പുറത്തുള്ള അവിടെ നിന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ നമ്മളിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഈ പോകുന്ന റൂട്ടാണ് നെയ്യാറ്റിൻകര സ്റ്റേഷൻ റൂട്ട്. സ്റ്റേഷൻ അതാണ്. അവിടെ ആയിരിക്കും ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോവാണ്. പക്ഷെ ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ മൊത്തം അമൃത ഭാരതിൻ്റെ ഇതിൽ സ്റ്റേഷനൊക്കെ ഫുള്ള് ഒതുക്കിപ്പോയി. അപ്പോൾ ഞാനും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വർക്കിംഗ് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ പോക്കും വരവൊക്കെ ആയിട്ട് വ്ളോഗ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പോണ കാര്യങ്ങൾ, പോണ സ്ഥലങ്ങൾ, അതിൻ്റെ പറ്റിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ചെക്കന്മാരൊക്കെ ആയിട്ട് അങ്ങനെ. ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോം 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥലങ്ങളൊക്കെ കണ്ടോ, അവിടെ ഒരു ഭാഗം കണ്ടോ അങ്ങനെ ചെത്തി ക്രോസ് ചെയ്തെടുത്തിരിക്കും. രസമുണ്ട് അല്ലേ? ചിലയിടയ്ക്ക് ഇങ്ങനെ ഇതായിരിക്കും. നമ്മുടെ അവിടെ തന്നെ, വീട്ടിൻ്റെ അവിടെ തന്നെ ഉണ്ട് അങ്ങനെ. റോട്ടിൽ തന്നെ, ഹൈവേയിൽ തന്നെ വരും. ഡേഞ്ചർ. പക്ഷെ കുത്തി ഇതിങ്ങനെ സ്ലോപ്പ് ആക്കിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീഴില്ല എന്നുള്ളൊരു ഫോർമാറ്റിൽ ചെയ്താണ് അത്. ഗൈസ്, അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുണ്ട്. ഇങ്ങനെ ജോലിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റേഷനുകളും ഓരോ സ്ഥലങ്ങൾ പോകും. അപ്പോൾ നമ്മൾ ആ പോകുന്ന സ്ഥലം അവിടെ പറ്റി കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ സ്റ്റേഷനൊക്കെ എവിടെയാണ്, എങ്ങനെയാണ്, വെളിയിലോട്ട് എങ്ങനെ പോകണം, ഉള്ളിലോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള ഫുഡുണ്ടോ, സ്റ്റേ ഉണ്ടോ, അങ്ങനത്തെ പല പല കാര്യങ്ങളുമാണ് ഇനി മുതൽ വെറൈറ്റി വ്ളോഗ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും നോക്കണ്ട, മിസ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും നമ്മൾ പോകണം, നിങ്ങൾ നമ്മുടെ കൂടെ വരണം. ഞാൻ പോകുന്ന പറയും നിങ്ങൾ വരണം. അതാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ കാണിച്ച് സെറ്റ്. ബൈസ്, ഈ കാണുന്നത് നെയ്യാറ്റിൻകരയിലുള്ള ഫ്ലാഗിൻ്റെ കൊടിയാണ്. പക്ഷെ എന്തിനാ ഇത്ര ഈ ലെങ്ത്ത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലെങ്ത്ത് വേണം, പാലക്കാട് പോലും ഇത്രയില്ല, തിരുവനന്തപുരം ഇത്രയില്ല ഐ തിങ്ക്. ബട്ട് ഇവിടെ മാത്രം ഈ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി മേ ബി ട്രിവാൻഡ്രം എൻഡിങ് ഒക്കെ ആവുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഇവിടുത്തെ കുഞ്ഞ് സ്റ്റേഷനാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോരോ സ്റ്റേഷനിലൊക്കെ ഓരോരോ ആംബിയൻസ്, ഓരോ വൃത്തി ഭംഗികളൊക്കെ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെയ്യാറ്റിൻകരയിലെ ഈ ഒരു സ്റ്റേഷൻ കുഞ്ഞ് സ്റ്റേഷനാണെങ്കിലും. പിന്നെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ, ആരാണ് എന്താ സംഭവം, സിനിമ മാത്രം കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഉപ്പുമുളകിലെ നമ്മുടെ ബാലുശ്ശേട്ടൻ്റെ നാടാണ് നെയ്യാറ്റിൻകര എന്ന് കേട്ടിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക്, പിന്നെ അവിടെയും വർക്കാകുമ്പോൾ ഓടിക്കൊടുക്കും. ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനും ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ജനങ്കരയുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്, നാഗർകോവിൽ ജംഗ്ഷനുണ്ട്. ഇവിടുത്തെ എല്ലാ വീഡിയോസിലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം.
ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റേഷൻ്റെ ഓരോ കാര്യങ്ങൾ പറ്റിയാണ് വീഡിയോയിൽ വരിക. അവിടെ കിടപ്പം നേരെ നാഗർകോവിലേക്ക്. കട്ട പോസ്റ്റാണ്. നാഗർകോവിലേക്ക് വരുന്ന ട്രെയിൻ വളരെ ലേറ്റാണ്. കുറച്ച് നേരം ഇരിക്കാം. ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മുടെ ട്രെയിൻ ഏതോ വരുന്നു. നേരെ ഫ്രണ്ടിലേക്ക് ഓടണം. ജനറലിൽ കയറുന്ന കേട്ടോ, തിരക്കൊന്നുമില്ല. അപ്പോൾ അതിന് ഓടാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് ഗൈസ്. നിങ്ങൾ കയറി. നമ്മൾ വിചാരിച്ച പോലെ തിരക്കേയില്ല. കുറച്ച് അപ്പന്മാരും അമ്മായിമാരും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പിന്നെയും നാഗർകോവിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. ഈ കാണുന്നത് കുളിത്തുറ. ഇവിടെ വന്നിട്ട് ഇവിടെ മുതൽ തമിഴ്നാട് സ്റ്റേഷനാണ് കേട്ടോ. ആ ഒരു തമിഴ്നാട് ഫീലുണ്ട് ഗൈസ്. ഞാൻ പാൻറ്റ് ഒരു ട്രാക്ക് ഷൂട്ട് മേടിച്ചിട്ടുണ്ട് അഡിഡാസ്. അപ്പോൾ ഞാൻ കാണിക്കാമോ വിചാരിച്ചു, ചിഹ്നം മാത്രം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുളിത്തുറ. ഇവിടെ നിന്ന് ഫുള്ള് പാറശാല കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന കുളിത്തുറയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് അവിടെ നിന്ന് ഫുള്ള് തമിഴ് ആൾക്കാരുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാരിരിക്കുന്ന എല്ലാവരും പേര് തമിഴന്മാർ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് സൈഡ് ലെഫ്റ്റും റൈറ്റൊക്കെ ഫുള്ള് പണി നടക്കുന്നുണ്ട് പലരും ഗൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നാഗർകോവിൽ എത്തി തുടങ്ങി. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിസ് ചെയ്യാണ്ട് കാണാം. പരന്ന് കിടക്കുന്ന നമ്മുടെ പാലക്കാടും കോയമ്പത്തൂരും പോലെ ഇവിടെയും കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടുത്തെ എസ്പെഷ്യലി നമ്മളിവിടെ തമിഴ്നാട്ടിൽ സ്റ്റേയിൽ അറിയാമെങ്കിൽ അവിടുത്തെ വീടുകൾ എടുത്താൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ പാലക്കാടുള്ള പോലെയും കോയമ്പത്തൂരുള്ള പോലെയും പൊള്ളാച്ചിക്കുള്ള പോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിലാണ് ഈ ഭാഗത്തുള്ള നമ്മുടെ നാഗർകോവിൽ. അവിടുത്തെ വീടുകളാണ് മെയിൻ അറിയാൻ പറ്റും. ഏത് വീട് എടുത്താലും ഇതിന് മുകളിലേക്ക് ഒരു സ്പെഷ്യൽ വീട്, രണ്ടാമൊരു വീടുണ്ടാവും. അതാണ് ഇവിടുത്തെ മസ്റ്റ്. പിന്നെ ഇഷ്ടംപോലെ തെങ്ങുകൾ പാലക്കാടുള്ള പോലെ അതുകൊണ്ട് കേട്ടോ. നമ്മൾ ട്രെയിൻ ഇങ്ങനെ കുജു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാഴ്ച ഭയങ്കര ഇഷ്ടം. നോക്കി എന്ത് രസമാണ് മലകൾ. നമ്മൾ പാലക്കാട് ഉള്ള പോലെ തന്നെ. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നത് നാഗർകോവിൽ ടൗണിന് മുൻപുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് വരുന്ന നാഗർകോവിൽ ടൗണും ഇതിനതിന് ശേഷം നമ്മുടെ ജംഗ്ഷൻ, നമുക്ക് ഇറങ്ങേണ്ട ജംഗ്ഷനാണ്. പക്ഷേ ഇത്രയും ഒരു മട്ടിപ്പൊളി ഇവിടെ കിട്ടുന്ന ഇന്ന് വരെ ഞാൻ വിചാരിച്ചില്ല. ഇത്രയും ഭയങ്കര സ്ഥലം നാഗർകോവിൽ എന്ന് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്തായാലും അവിടുത്തെ പോയി ഫുഡും ഞങ്ങളൊക്കെ കഴിക്കണം. ഫോണിൽ ചാർജ് ആണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ കുറേ നാളെ ഒരു പവർ ബാങ്ക് മേടിക്കണം വിചാരിച്ചു, നടക്കുന്നേ ഇല്ല. എന്നിട്ട് അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. പൊളിച്ച് മാരക വ്യൂ കേട്ടോ. ട്രെയിനിൽ ചിലപ്പോൾ ഇങ്ങനെ ബൈക്ക് പോകുന്നുണ്ടോ, ട്രെയിൻ ഇങ്ങനെ ഇരുന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. നോക്കിയത് എന്താ പറയുക, പച്ച വിരിച്ച ഒരു പാടങ്ങളും കാഴ്ചകളും ഒരുപാട് നൈസായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അതിലും മാരക വ്യൂ ഉണ്ട്. അപ്പോൾ എന്നെ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. രക്ഷയില്ല. പാടങ്ങളൊക്കെ ആയിട്ട് പൊളിച്ച്